നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ പോലീസുകാർക്കൊരു സന്തോഷകരമാണോ ദുഃഖകരമാണോ എന്നറിയില്ല, ഒരു പ്രതികൂലവും അനുകൂലവുമായി അയക്കാവുന്ന ഒരു വാർത്തയുണ്ട്. മിക്കവാറും മലപ്പുറം ജില്ലയിലെ ക്രമസമാധാന പാലനത്തിന് ഇറങ്ങുന്ന സ്ട്രൈക്കർ ഫോഴ്സിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ബൂട്ട് ഇനി അവർ ഉപയോഗിക്കേണ്ടി വരില്ല. ചപ്പലിട്ട് നടന്നാൽ മതി. കാരണം എപ്പോഴാണ് മലപ്പുറത്തൊക്കെ ഈ ചപ്പലൂരി അറ്റൻഷനായി നിൽക്കേണ്ടത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ബൂട്ടൊക്കെ വരാൻ കുറേ സമയമെടുക്കും. ഇപ്പോൾ പലവിധ സംഘർഷങ്ങളാണ് അല്ലേ. മാടാക്കര മുസ്ലിം പള്ളിയിലൊരു ഖത്തീബ് നബിദിനത്തിന് പാരായണം നടത്തുന്നതിനെ ചൊല്ലിയുള്ള ഔദ്യോഗിക മഹല്ല് കമ്മിറ്റിയും അതിനെ എതിർക്കുന്നവരും എല്ലായിടത്തും ഉണ്ട് അല്ലേ. പുരോഗമനവാദികളും യാഥാസ്ഥിതികരും അങ്ങനെ കാണാം. ആ തർക്കത്തിൽ ഈ വിഷയത്തിൽ പെട്ടെന്ന് അതെ, അവിടുത്തെ പോലീസ് അടി കടന്നാൽ പിന്നെ പോലീസ് നോക്കി നിൽക്കും. അടി കടന്ന് പള്ളിക്കകത്ത് ഖത്തീബിന് വല്ല അടി കിട്ടിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന പുരോഹിതന് അടി കിട്ടിയാൽ എന്ത് ചെയ്യും അല്ലേ? അടി രൂക്ഷമായി. അപ്പോഴെന്താകും ലീഗുകാർ പറയുക, അല്ലെങ്കിൽ CPM-കാർ പറയുക, പോലീസ് പുറത്തുനിന്ന് നോക്കി നിന്നു, അവിടെ അടി കൊണ്ട് വീണു. ഈ അടി തടയാനായിട്ട് അകത്ത് കയറിയപ്പോൾ രണ്ട് വിഭാഗം തമ്മിൽ നല്ല പൊതിര തർക്കം, അടിയായി. അപ്പം പോലീസ് ലാത്തി വീശി. ഈ അകത്ത് കയറുമ്പോൾ ഷൂസ് ഊരണോ ബൂട്ട് ഊരണോ, ഇത് എവിടെയാണ് ബൂട്ട് ഊരി കയറേണ്ടതെന്നുള്ള അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ പോലീസിൻ്റെ ബൂട്ട് അങ്ങ് നിരോധിക്കണം. ഈ ലേസ് ഇട്ട് കെട്ടുന്ന ബൂട്ട്, എന്നിട്ട് ചപ്പലം കിട്ടാൽ മതിയല്ലോ. എവിടെയാണോ ഊരി കളഞ്ഞിട്ട് പോയാലും പോയി ഒരു 200-300 സാധനം അങ്ങ് പോയി. പക്ഷേ സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ ഇതൊന്നും പറ്റില്ലല്ലോ. പക്ഷെ ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ പരീക്ഷണം. നമുക്കിത് പക്ഷെ ഇതിനു മുമ്പും പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തൊക്കെ നമ്മുടെ പല ക്ഷേത്രങ്ങളിലും അല്ലേ പോലീസ് ബൂട്ടിട്ടും തൊപ്പി വെച്ചുമൊക്കെ കയറിയിട്ടുണ്ട്. അതെ, ആരെങ്കിലും പരാതി പറഞ്ഞോ? എന്തെങ്കിലും പരാതി ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഒരുപാട് അനുഭവങ്ങളില്ലേ തലസ്ഥാന ജില്ലയിൽ തന്നെ? തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ല, ഇത് ഇനിയിപ്പോൾ നമുക്ക് പോലീസ് സേനയിൽ അശ്വാരൂഢ സേന എന്നൊക്കെ പറയും പോലെ ബൂട്ടില്ല സേന അല്ലെങ്കിൽ ചെരുപ്പില്ല സേന എന്ന് പറഞ്ഞുകൊണ്ട്, അതെ, ബൂട്ട്ലെസ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം മലപ്പുറത്ത് ഇറക്കിയാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെ മലപ്പുറത്തിലെ കേരളത്തിലെ ഉടനീളം പോലീസുകാർ ചെരുപ്പ് മാത്രം ഇട്ടല്ലേ ചെരുപ്പിടാതെയൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ള ശബരിമലയിലാണ് അല്ലേ. അവരവിടെ ചെരുപ്പ് ഉപയോഗിക്കാറ്. പിന്നെ അത്യാവശ്യം ചപ്പലൊക്കെ അവർക്ക്. അല്ല, അത് സംഘർഷത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ. പക്ഷെ ശബരിമലയിൽ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് കയറിയപ്പം അവർ ഈ ഒരു മര്യാദയും കാണിക്കാത്ത രീതിയിലാണ് ബൂട്ടിട്ടും ഒക്കെ കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. രണ്ട് മഹതികളായ തരണി മണികളെ കൊണ്ടു നടന്നു പോലീസ് കൊണ്ടുവന്നല്ലോ. ആ പോലീസുകാർക്ക് എന്ത് നടപടി എടുത്തു? അതെ അതെ, വിശ്വാസികളുടെ ഒരു അഭിമാനം രക്ഷിക്കാനെങ്കിൽ എന്തെങ്കിലും നടപടി എടുത്തോ? ഒന്നും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ വീട്ടിയിരിക്കുന്നത്. ഒന്നും ചെയ്തില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം മൊത്തത്തിൽ ഇപ്പൊ വീട്ടിയിരിക്കുന്നത് അല്ലേ. അതെ അതെ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ അങ്ങ് നേരത്തെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ പറഞ്ഞ നമ്മുടെ ഇടപ്പഴനി ഈ മൃഗക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് മൃഗക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കിടക്കുന്ന സമയത്ത് അതെ അതെ അതെ, ആ സമയത്ത് ഒരു മര്യാദയും കാണിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ സമരം ചെയ്തത് ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. അതിനകത്തിട്ട് അടിച്ച് ചതച്ച് ഇഞ്ച പരുവമാക്കിയിട്ടാണ് കൊണ്ടുപോയത്. എന്നിട്ട് ആ അൽകുമാർ എന്ന് പറഞ്ഞ ഇടി നന്നായിട്ട് മർദ്ദിച്ച് അവസാനാക്കിയ അൽകുമാറിന്റെ അവസാനം പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അതെ, കണ്ണിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റു. അതെ അല്ലേ. അതൊരു അങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തു. ഇടിയും കൊടുത്തിട്ട് പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കി. എന്തിനടിച്ച്? അതെ, വളരെ ക്രൂരമായ രീതിയിലുള്ള ആക്രമണം. ആ ആക്രമണത്തിൽപ്പെട്ട ആൾക്കാർക്ക് പലരും ഇപ്പോഴും അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ട് നടക്കുകയാണ്. ആ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണെന്ന് പോലീസ് പെരുമാറിയത്. അതിനെതിരെ സമരം നടത്തിയത് ഇതേ ഇടതുപക്ഷമാണ്. അന്ന് അവർ പുരോഗമനവാദികളായിരുന്നു, ക്ഷേത്രം വിശ്വാസികളുടെയാണ് എന്ന് ബോർഡ് വെച്ചു. പക്ഷെ പള്ളി കയറിയപ്പോൾ റിയാസിന് പള്ളിയിൽ ഷൂസ് ഇട്ട് കയറാൻ പാടില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ക്ഷേത്രത്തിലാണെങ്കിൽ അത് മിത്താണല്ലോ. എന്തും ചെയ്യാൻ കല്ലാണല്ലോ വിഗ്രഹങ്ങൾ, കൽവിഗ്രഹങ്ങളും പിന്നെ പൂണൂലിട്ട പൂജാരിയുമൊക്കെ ആണല്ലോ. മറ്റത് വിശ്വാസത്തിന്റെ പാരമ്യതയിൽ നിൽക്കുന്ന ചെണ്ടയുള്ള സ്ഥലമാണ്. അപ്പൊ ചെണ്ടയാകുമ്പോൾ രണ്ടു വശത്തും അടിക്കാം, ഒരു പ്രശ്നമില്ല. ഈ വശത്ത് അടിച്ചാലും ഇപ്പുറത്തടിച്ചാലും സൗണ്ട് കേൾക്കും. പിന്നെ ആർക്കും കുത്തിക്കീറി ആർക്കൊരു എതിരഭിപ്രായമില്ല. പക്ഷെ അന്നത്തെ വെട്ടർക്കാവ് MLA VK പ്രശാന്ത് അടക്കം ഈ നമ്മുടെ കവലകൾ തോറും വിശദീകരണം നടത്തി. ഈ ക്ഷേത്രത്തിനകത്ത് പോലീസ് കയറി ന്യായീകരിച്ചുകൊണ്ട് അല്ലേ. ഈ സർക്കാർ തുടക്കത്തിലാണ് സംഭവം രൂക്ഷമായി മാറുന്നത്. അങ്ങനെ ഒരു രീതിയിൽ വലിയ അക്രമങ്ങളാണ് അന്ന് നടത്തിയതും ആ വലിയ രീതിയിൽ
ഈ സർക്കാരിൻ്റെ തുടക്കത്തിലും ആ സംഭവം നീണ്ടുപോകുകയായിരുന്നു. നീണ്ടുവരും. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ഈ പോലീസ് സേനയെ ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കകത്തേക്ക് കയറി ചെല്ലുന്നതും ഒന്നും തന്നെ ഇവർക്ക് പ്രശ്നമില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സംഘർഷമോ മറ്റു കാര്യങ്ങളോ വന്നാൽ ദേവസ്വം ബോർഡ് പിടിച്ചടക്കാൻ പോകുമ്പോഴും അവർക്ക് ഈ മാനദണ്ഡങ്ങളൊന്നും ബാധകമേ അല്ല. അവർക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഇവിടെ സംഘർഷം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പോലീസിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സംഘർഷം നടക്കുന്ന ഒരു പ്രദേശത്തേക്ക് അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ പള്ളിക്ക് കയറുകയാണെങ്കിൽ ആചാരവിധി പ്രകാരമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ശരീരം വൃത്തിയാക്കണം, ദേഹശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷമാണ് പള്ളിയിലേക്ക് നിസ്കാരപുരയിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ അവിടെ ഒരു 4-5 ശവം അവിടെ വീഴും. അപ്പോൾ ഇവരെന്ത് പറയും? അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമർജൻസി ആയിട്ട് ഇടപെടേണ്ട ആൾക്കാർ ഈ രീതിയിലേക്ക് ചെന്നുപെട്ടാൽ ഇവരെന്താണ് പറയുക? അപ്പം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. പള്ളി എന്നതാണ് പ്രശ്നം. ഇവരിത് എങ്ങോട്ടാണ് കത്തിച്ച് കൊണ്ടുപോകുന്നത്? വേറെ ഒരു പ്രശ്നം ചോദിച്ചോട്ടെ. ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിം വിശ്വാസികളായ പോലീസുകാർ മാത്രം മതി എന്നാണ് പള്ളിക്ക് ചുറ്റും. അതെ, പള്ളിയിലൊരു വിഷയം വരുമ്പോൾ ആ വിഷയം ടാക്കിൾ ചെയ്യാനായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ എത്തുന്നത് ഇനി ഭാവിയിൽ അങ്ങോട്ട് പോലീസിലെ മുസ്ലിം മത വിശ്വാസികളായിരിക്കണം. അവർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം അല്ലേ? അവർക്ക് അറിയാമെങ്കിലും അവർക്ക് ഡ്യൂട്ടി അല്ലേ അവരിത്. പെട്ടെന്ന് സംഘർഷം നടക്കുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് പോകുമ്പോൾ അവിടെ നമ്മൾ ചെരുപ്പുണ്ടോ തൊപ്പിയുണ്ടോ ഇതൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പോലീസ് നിങ്ങൾ വളരെ സഡനായിട്ട് അത് ഇടപെടേണ്ടതാണ്. കാരണം ഒരു മനുഷ്യനാണ് അവിടെ കിടന്ന് തല്ലുകൊള്ളുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യാവകാശത്തിന് നേരെയാണ് ഒരു മനുഷ്യനെ തല്ലുന്നത് എന്ന് പറയുന്നത്. ഒരാളുടെ അവകാശത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു സംഘർഷം നടക്കുക എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും സാരമായ രീതിയിൽ പരിക്കേൽക്കുന്ന ഒരു വിഷയമാണ്. അതിൽ പോലീസിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെത്ര മോശമായ പ്രവർത്തനമെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഡ്യൂട്ടി ചെയ്യാത്തതിൻ്റെ പേരിലല്ല, ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിലാണ് അവർക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. നാളെ ഇങ്ങനൊരു വിഷയം നടക്കുമ്പോൾ പോലീസ് ആശങ്കപ്പെടില്ലേ? അവർ സംശയത്തോടു കൂടി നോക്കില്ലേ, എനിക്കിതിൽ ഇടപെടാമോ, എനിക്കിതിൽ ഇടപെടാൻ പാടില്ലേ, എന്താണ്? അപ്പോൾ അത് പോലീസിൻ്റെ മൊറയിലിന്, പോലീസിൻ്റെ സഡനായിട്ടുള്ള ആക്ടിവിറ്റിക്ക്, അതായത് പോലീസിൻ്റെ പ്രവർത്തനത്തിന് തന്നെ ഒരു ചോദ്യചിഹ്നമാകുന്ന, ഭീഷണി ഉയർത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് പൗരൻ്റെ സുരക്ഷിതത്വത്തിന് നേരെയുള്ള ഒരു സസ്പെൻഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ പൗരൻ്റെ സുരക്ഷിതത്വത്തിന് നേരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ഫലത്തിൽ സംഭവിക്കുന്നത് ഇസ്ലാമികരായ ആൾക്കാർ മരണപ്പെട്ടാലും കുഴപ്പമില്ല. അവിടെ ഇസ്ലാമിക വിരുദ്ധവും കൂടിയായി മാറുന്നത് ഇവിടെയാണ്. ഇസ്ലാമികരായ ആൾക്കാർ മരണപ്പെട്ടാലും കുഴപ്പമില്ല, അവരുടെ ശരീരത്തിൽ ചോര പൊടിഞ്ഞാലും പ്രശ്നമില്ല, നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ആചാരങ്ങളെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അവിടുത്തെ മനുഷ്യന് ഒരു രീതിയിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഈ ആചാര സംരക്ഷണമാണോ ശബരിമലയിൽ 2018 നമ്മൾ കണ്ടത്? അതെ 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 അതെ, അതാണോ നമ്മൾ കണ്ടത്? അതല്ല, ഒരു സമയം പോലീസിനെ കൊണ്ട് ഒരു രീതിയിൽ ചെയ്യിപ്പിക്കുന്നു, വേറൊരു സമയം പോലീസിനെ കൊണ്ട് വേറെ രീതിയിൽ ചെയ്യിപ്പിക്കുന്നു. അല്ല, ഹൈന്ദവ വിരുദ്ധമായിട്ട് എന്ത് ചെയ്താലും ഹൈന്ദവ വിശ്വാസികളുടെ ആചാരങ്ങൾ ലംഘിക്കാനും കേരള പോലീസ് ഒരു വിഭാഗം, മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാനും വേണം കേരള പോലീസ്. അതെ, അല്ലാതെ ഇത് ഒരു സൂചനയാണെന്നേ. ഭാരതത്തിൻ്റെ സംസ്കൃതിക്കും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചിന്താഗതിക്കും ഒന്നും ഇവിടെ ഒരു വിലയില്ല. ദേശീയ ധാരയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ല. ഇവിടെ സങ്കുചിതമായ ലക്ഷ്യങ്ങൾക്കാണ് കൂടുതൽ വില. മുമ്പൊക്കെ ആരോ ഒക്കെ ഈ പൊതുവേദിയിൽ ചോദിച്ചുകൊണ്ടിരുന്നത് പോലെ ഇവിടെ മാന്യനാകണമോ അല്ലെങ്കിൽ മോശക്കാരനാകണമോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ഇവിടുത്തെ ഒരു വിഷയം. അത് മാന്യനായി ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതായത് ഒരു മര്യാദയ്ക്ക് നടക്കുന്ന ആൾക്കാർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ സംഘർഷം നടക്കുമ്പോൾ അവർ എന്താണ് ചെയ്യുക എന്നുള്ളത് വളരെ മാന്യത ഒരു മാറി നിൽക്കുകയാണ്. അത് മോശമായ കാര്യമല്ലേ? അതുപോലെ തന്നെ ഈ ചില മാധ്യമങ്ങളുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഈ കപട മതേതരത്വം കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. കാരണം ഇത് ശബരിമലയ്ക്ക് ചുറ്റും ഒരു എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വന്ന് 3 വട്ടം ചുറ്റിപ്പോയി. അതെന്ത് ഒരു കേരളത്തിലൊരു സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ ഒന്ന് കറങ്ങിപ്പോയിക്കൂടി. ഇപ്പൊ സസ്പെൻഷനിലുള്ള ADGP MR അജിത്കുമാർ, അദ്ദേഹം ട്രാക്ടറിലോ ആംബുലൻസിലോ ആണ് കയറി സന്നിധാനത്ത് എത്തിയത്. അങ്ങ് അദ്ദേഹത്തിന് പോയിക്കൂടി? ആചാര ലംഘനമാണോ അത്? ശബരിമലയിൽ നടന്നേ കയറാവുന്ന എന്തെങ്കിലും നിയമമുണ്ടോ? അല്ല, അവിടെ ചെന്നിട്ടാണ് ആചാരം അല്ലേ? ഇരുമുടിക്കെട്ട് ഏന്തി 18-ാം പടി കയറണമെങ്കിൽ ഇരുമുടിക്കെട്ട് തലയിൽ വേണം അല്ലേ? അതൊക്കെയാണ് ആചാരങ്ങൾ. ശബരിമലയിൽ വരുന്നത് 9 വയസ്സിനും മുമ്പുള്ളവരും
60 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളായിരിക്കണം, വനിതകളായിരിക്കണം, അല്ലേ? അതൊക്കെയല്ലേ നിയമങ്ങൾ. അതാണല്ലോ ലംഘിച്ചത്. അല്ലാതെ ഈ ആംബുലൻസിലോ ട്രാക്ടറിലോ കയറി സന്നദ്ധര് വരുന്നൊന്നും കുറ്റമൊന്നുമല്ലല്ലോ, അല്ലേ? അപ്പൊ ആ ഡ്രൈവർ എന്ത് ചെയ്യും? ഈ ട്രാക്ടറും ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർ ഓടിച്ചല്ലേ കയറുന്നത്. അപ്പൊ അതൊക്കെയാണ് കേരളത്തിൽ വിവാദം. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്ത് നടന്നാലും അതിനെതിരെ ഒരു വിവാദം ഉണ്ടാകും. അതായത് എന്താണോ സംഭവിക്കുന്നത് എതിരെ വിവാദം ഉണ്ടാകും. പക്ഷെ മറ്റു മതവിഭാഗങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. മലപ്പുറത്തടക്കം ഞാൻ പറഞ്ഞതുപോലെ മിക്കവാറും മലപ്പുറത്തെ പോലീസിനെ ഈ പച്ചവൽക്കരിക്കാനുള്ള അതിൻ്റെ പടിയായുള്ള യൂണിഫോം മാറ്റണം. അപ്പം പെട്ടെന്ന് തിരിച്ചറിയാം, ഈ മഹല്ല് കമ്മിറ്റിക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഞമ്മൻ്റെ അല്ലേ, പെട്ടെന്ന് ഈ ബൂട്ട്ലെസ് കോപ്സ് പെട്ടെന്ന് പച്ച തൊപ്പിയോ എന്തെങ്കിലും ഒരു പച്ച ബെൽറ്റോ കുഞ്ഞാലിക്കുട്ടിയിലൊക്കെ ഇടവും വലവും നിൽക്കുന്ന ചില രക്ഷകരൊക്കെ അതേപോലെ ആയിരിക്കണം. തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ശരിക്കും ഇത്തരം വാർത്തകളെ കാണുമ്പോൾ നമ്മൾ മതേതര കേരളത്തിലാണോ ജീവിക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും സംശയിച്ചു പോകും. കാരണം ഒരിടത്ത് ഒരു നീതി, മറ്റൊരിടത്ത് മറ്റൊരു നീതി, ചിലർക്ക് അത് അനീതിയും. അതായത് തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഇടപ്പഴനിയിലെ ക്ഷേത്രത്തിനുള്ളിൽ കയറി, ക്ഷേത്രത്തിൻ്റെ ഭജന മണ്ഡപത്തിൽ കയറി അവിടെ വിശ്രമിക്കുകയായിരുന്നവരെ പിടികൊണ്ടുപോയി പിന്നെ അവരെ പ്രതിപ്പട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ അതേ കേരള പോലീസിൻ്റെ മറ്റൊരു വിഭാഗം മലപ്പുറത്ത് ബൂട്ടിട്ട് അക്രമം തടയാൻ, തമ്മിൽ തല്ലുന്നത് ഒഴിവാക്കാൻ, രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ബൂട്ടിട്ട് കയറി അവരെ പിടിച്ചു മാറ്റി, ലാത്തി വീശി പിടിച്ചു മാറ്റിയപ്പോൾ ലാത്തി വീശിയതിനല്ല കുറ്റം, ബൂട്ടിട്ട് കയറിയതിനാണ് കുറ്റം. അപ്പോൾ ഇനി എന്താണ് കേരള പോലീസ് ചെയ്യേണ്ടതെന്ന് പുതിയൊരു പോലീസ് മാനുവൽ ഇനി എത്രയും പെട്ടെന്ന് മലബാർ മേഖലയിലേക്ക് എങ്കിലും തയ്യാറാക്കേണ്ടിയിരിക്കുന്നു.